ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഇന്തോനേഷ്യയിലെ സ്ഥാനപതി അദ്ദേഹം ഒരു കാര്യം വെളിവാക്കി. ഈ വെളിവാക്കിയത് കൊണ്ട് എത്ര നാൾ അവിടെ ആ പോസ്റ്റിൽ കാണും എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. വെളിവാക്കിയത് മറ്റൊന്നുമല്ല, സൈനിക കേന്ദ്രങ്ങൾ ഒന്നും അവിടെ ആ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കരുത് എന്ന് നമ്മുടെ സൈന്യത്തിന് ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നതായിട്ട് പറഞ്ഞു. ആദ്യമൊക്കെ ഞാനിതിനെ ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി അങ്ങ് സപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും അത് തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ വികാരമാണ്. എൻ്റെ നാടാണ്, ജന്മനാടാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് വേറെ ഏത് കാര്യവും. അപ്പോൾ ഈ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് എന്നുള്ള ഗൈഡ് ലൈൻസ് കൊടുത്താൽ അത് നമുക്ക് മനസ്സിലാവും. കാരണം സിവിലിയൻസിനെ, ഇന്നസെൻ്റ് ആയിട്ടുള്ള സിവിലിയൻസിനെ കൊന്നൊടുക്കുന്ന തന്നെ അത് ആരും തയ്യാറാവത്തില്ല, അത് ആരും ഇഷ്ടപ്പെടത്തില്ല. അത് ഒരു യഥാർത്ഥ ഒരു യുദ്ധക്കുറ്റമായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. അന്താരാഷ്ട്ര യുദ്ധക്കുറ്റമാണ് അത്. പക്ഷെ നേരെ മറിച്ച് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്തുവാ? കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരു കാര്യം കൊടുത്തിരുന്നു. അതായത് നമ്മുടെ സൈന്യത്തിന് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് എന്ന് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. പിന്നെ ആരെ ആക്രമിക്കണ്ടേ? ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് പാകിസ്ഥാൻ സൈന്യമാണ്. നമ്മുടെ പടിഞ്ഞാറൻ രാജ്യമായിട്ട് കിടക്കുന്ന പാകിസ്ഥാൻ ഉണ്ടല്ലോ, അവരുടെ സൈന്യത്തിൻ്റെ ആ അനാവശ്യമായ ഇടപെടലുകളാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും ഉണ്ടാക്കുന്നത്. അവരാണ് ഈ രാജ്യത്ത് ഭീകരരെ തള്ളിവിടുന്നത്. അവരാണ്. പട്ടാളത്തിൻ്റെ ഒരു വിഭാഗം തന്നെയാണ് ഇതിനു വേണ്ടി ശ്രമിച്ച് റെഡിയാക്കി ഇങ്ങോട്ട് വിടുന്നത്. അവിടുത്തെ ഭീകരരും പട്ടാളക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ആ ഭീകരരെ കൊല്ലുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് പട്ടാളക്കാരെയും. ആ പട്ടാളക്കാരെ നമ്മൾ ആലോചിച്ചോണം. അവിടെ ഇത് ആക്രമിക്കരുതെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ക്ലീൻ ചിറ്റ് നമ്മുടെ ഒരു ഇതാണ്, നമ്മുടെ ഒരു ബ്ലാങ്ക് ചെക്ക് നമ്മുടെ സൈന്യത്തിന് കൊടുത്തിരുന്നതായിട്ടാണ് ആദ്യം മനസ്സിലാവുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി ചെയ്തു. അങ്ങനെ വേണം നമ്മുടെ സൈന്യത്തിൻ്റെ അടുത്ത് പറയാൻ. സിവിലിയൻസിനെ കൊല്ലണ്ട, പോട്ടെ, ബാക്കി അല്ലാത്തതെല്ലാം ഉപദ്രവിച്ചോളൂ. ഇത് നമുക്ക് പറയാമായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഈ ആണവശക്തി എന്നങ്ങ് പറഞ്ഞ് വിരട്ടും. അപ്പം ഈ വിരട്ടാൻ പോകുന്ന ഈ വിരട്ട് മാത്രമേ ഉള്ളൂ ആണവശക്തി. അതൊന്നും അവൻ്റെ ആണവശക്തി ഒന്നും കയ്യിലെടുക്കാനൊന്നും നേരം കിട്ടത്തില്ല. അതിനു മുമ്പ് അവിടെ പൊടിക്കാനൊക്കെ ഉള്ള മാർഗം നമുക്കുണ്ട്, നമ്മുടെ ഇന്ത്യക്കുണ്ട്. അപ്പം ഇത് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവൻ ഈ പറഞ്ഞ രീതിയിൽ യവന്മാർ വിരട്ടുമ്പോൾ ആ വിരട്ടലിന് ഇങ്ങനെ വീണ് കൊടുത്തിട്ട് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് അവരുടെ, അതെന്ത് കാര്യം? എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് ഈ യുദ്ധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം ഇതിനെ ആക്രമിക്കരുതെന്ന് പറഞ്ഞാൽ. പിന്നെ ആരെ ആക്രമിക്കേണ്ടേ അവിടെ? പിന്നെ എവിടെയാണ് ബോംബിടേണ്ട? ഭീകരത്താവളങ്ങൾ മാത്രം. അല്ലെങ്കിൽ നമുക്ക് അന്താരാഷ്ട്ര സമൂഹമൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അത് ഞാനൊന്നും പറയുന്നില്ല അതിനെ സംബന്ധിച്ച്. ഇത് ഏതായാലും ശരി, പിന്നെ എവിടെ ഒരു പട്ടാളക്കാർ പോയി ആക്രമിക്കേണ്ടേ? അവിടുത്തെ സൈന്യമാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഉപദ്രവം ഉണ്ടാക്കുന്നവർ. അവരെ ആക്രമിക്കണം. ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ കടമയല്ലേ? അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടായി, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ മറുപടി എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് കിട്ടിയത് കേട്ടോ. പരീക്ഷ എഴുതി പാസ്സായാൽ പോരെ, എത്ര പെൻഷനിലെ മുനയൊടിഞ്ഞു എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? അതിന് നോക്കണം സാർ. ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ചോദിക്കാൻ. ഞങ്ങളുടെയൊക്കെ പണമാണ്, അല്ല നിങ്ങളുടെയൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല ഈ എടുത്ത് ചിലവാക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ ഈ രാജ്യത്തിനുണ്ടായി എന്ന് ചോദിക്കാൻ ഇവിടുത്തെ ഒരു പാർലമെൻറ്റേറിയന് അനുവാദമില്ലേ? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ വെറും പാർലമെന്ററി മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾക്കുള്ളതുപോലുള്ള അധികാരങ്ങളുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പപ്പൂന്നും ഗോപാലെന്നും വിളിച്ച് അദ്ദേഹത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ചോദ്യങ്ങൾ ഉണ്ടാവും, ചോദ്യങ്ങൾ ഉന്നയിക്കണം. ജനാധിപത്യത്തിൽ അത് അവകാശമാണ്. അതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. മറുപടി പറയണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും മറുപടി പറയണം. അല്ലാതെ
പരീക്ഷ എഴുതി പാസ്സായ പെൻസിലിൻ്റെ മുന ഒടിഞ്ഞൊന്നും ഇതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. എത്ര മുന ഒടിഞ്ഞെന്ന് പറയണം നിങ്ങൾ. അത് വേണം, അതിന് കണക്ക് വേണം. ശരിയാണ് ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്ക് കണക്ക് പറയാൻ നിങ്ങൾ ഇന്നുവരെ തയ്യാറായിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പോൾ ഓരോന്നോരോന്നെടുത്ത് അങ്ങോട്ട് കാണിക്കുമല്ലോ. പാകിസ്ഥാൻ്റെ ഇത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു, നല്ലതാണ്. പാകിസ്ഥാൻ എന്തു ദോഷം ചെയ്താലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരുടെ എല്ലാ വിമാനങ്ങളും നശിപ്പിച്ചോളൂ. പക്ഷെ നമുക്ക് വല്ല നാശം ഉണ്ടായോ ഒരു സെൽഫ് അസസ്മെൻറ്റിന് ചോദിച്ചാൽ അത് ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളാരാണ്? ആദ്യം നിങ്ങൾ ചിന്തിക്കുക. ആദ്യം നിങ്ങളുടെ അവകാശം എന്താണെന്ന്. നിങ്ങൾക്ക് ജനങ്ങൾ തന്ന അവകാശമല്ലേ നിങ്ങൾക്കുള്ളത്, വേറെ ഒന്നും അല്ലല്ലോ. അപ്പോൾ ആ ജനങ്ങൾക്ക്, അവരുടെ പ്രതിനിധികൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട് പാർലമെൻറ്റിൽ. പിന്നെ എന്തിനാ ഈ പാർലമെൻറ്റ് ഇല്ലെങ്കിൽ? നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ട് അനങ്ങാതിരുന്നാൽ മതിയോ? ഇപ്പോഴാണ് വിവരങ്ങൾ വെളിയിലേക്ക് വരുന്നത്. നിങ്ങളൊക്കെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് നിർദ്ദേശം സൈന്യത്തിന്, പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിക്കരുത്. പിന്നെ എന്ത് യുദ്ധമാണ് നിങ്ങൾ നടത്തുന്നത്? പാകിസ്ഥാനിൽ വേറെ ആരെയാണ് നിങ്ങൾ ആക്രമിക്കുന്ന പോന്നേ? അവിടുത്തെ വെള്ളം അടച്ചുകൊണ്ടും അവിടുന്ന് അവർക്ക് വെള്ളം കൊടുക്കാതിരുന്നുകൊണ്ടും അല്ലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് കൊണ്ടും ആ വല്ല കാര്യമുണ്ടോ? സിവിലിയൻസിനല്ലേ ഉപദ്രവം ഉണ്ടാവുന്നത്? അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തെ തുടച്ചു നീക്കാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. പിന്നെ എന്തിനു നിർത്തിയത് ഈ യുദ്ധം? നമ്മളായിട്ട് തുടങ്ങി വെച്ച ഒരു കാര്യമല്ല. പാകിസ്ഥാൻ അവിടെ ഭീകരരെ ഇവിടെ പഹൽഗാമിലേക്ക് തള്ളിവിട്ട് നമ്മുടെ നിരപരാധികളായ 29 സഹോദരങ്ങളെ കൊലപ്പെടുത്തി 27 പേരെ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയതിന് പകരം ചോദിക്കാനായിട്ട് അവിടുത്തെ കേന്ദ്രങ്ങൾ, അതായത് ഈ ഭീകരരുടെ കേന്ദ്രങ്ങൾ നോക്കി ആക്രമിച്ചു. പ്രിസിഷനുള്ള ഒരു അറ്റാക്ക് നടത്തി. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആക്രമിച്ചു. അത് കുറേ എണ്ണത്തിനെ ആദ്യം കൊലപ്പെടുത്തി. എത്ര നാശം അവിടെ ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം യവന്മാർ ചെയ്ത് എന്താ? പാകിസ്ഥാൻ തിരിച്ച് ഈ പാവങ്ങളെ, നമ്മുടെ സിവിലിയൻസിനെ മുഴുവൻ ആക്രമിക്കുകയാണ്. ഷെല്ലാക്രമണം, പിന്നെ അതേപോലെ ഡ്രോൺ കൊണ്ടുള്ള ആക്രമണം, ഇതെല്ലാം അങ്ങ് നടത്തുകയാണ്. റോക്കറ്റ്, ഇതൊക്കെ ആയപ്പോഴത്തേക്ക് അവസാനം ഇന്ത്യ തിരിച്ചടിച്ചു. ഇത് നമ്മൾ പ്രതിരോധമാണ് നമ്മുടെ അറ്റാക്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചെയ്തത്. ഈ അറ്റാക്ക് വഴി നമ്മൾ അവർ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവസാനം പാകിസ്ഥാന് നിൽക്ക കള്ളിയില്ലെന്ന് മനസ്സിലായി. അന്നേരം വന്നു, എന്തിന് ഈ യുദ്ധം അവസാനം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 5-6 ദിവസം കൂടെ കൊണ്ട് ഇതങ്ങ് നിരപ്പാക്കിയിട്ട് നിർത്തിയാൽ പോരായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടിത് അതിന് നിർത്തി എന്നുള്ളതിന് നിങ്ങൾ ഉത്തരം പറയണം. അത് ആ ചോദ്യം ചോദിക്കുന്ന ഉടനെ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് ചോദിക്കാൻ പാടില്ല എന്നാണോ പറയേണ്ടത്? ചോദ്യങ്ങൾ ഉന്നയിക്കണം. അത് ജനാധിപത്യത്തിൽ ഒരു പൗരൻ്റെ അവകാശമാണ്. പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ അവകാശമാണ് അത് ചോദിക്കണം. ആ ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഭരണകൂടം ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം, ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലേ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുകയുള്ളൂ. അപ്പോൾ അതിന് കൊഞ്ഞനം കാണിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതുപോലെ പറഞ്ഞുകൊണ്ടോ ആരെങ്കിലും ആക്ഷേപിക്കാൻ പോയിട്ടോ കാര്യമൊന്നുമില്ല. ചർച്ചകളൊന്നും ഇപ്പം നടക്കത്തില്ലല്ലോ. ഒരു ചർച്ചയില്ല. പാർലമെൻറ്റ് കൂടുമ്പോൾ ഈ ചോദ്യങ്ങൾ വരും. അതായത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ കുറിച്ച് ചോദിക്കും, പറയും. അതിനേക്ക് മറുപടി പറയണം. അല്ലാതെ ആ ചർച്ചയ്ക്ക് ഡെസ്കിലടിച്ച് തടസ്സപ്പെടുത്തിയിട്ടോ അയാളെ കൂക്കി വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അയാൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് ഒരു ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. ഉത്തരം പറയണം. അതായിരിക്കണം നമ്മുടെ പാർലമെൻറ്റ്. പാർലമെൻ്ററി ജനാധിപത്യം ആ രീതിയിലായിരിക്കണം പോകേണ്ടത്. അതാദ്യം തിരിച്ചറിയണം.